നമ്മളെ ഏറ്റവും കൺഫ്യൂസ് ചെയ്യിക്കുന്ന എന്നാൽ ഏറ്റവും എളുപ്പമുള്ള രണ്ട് വേർഡ്സാണ് ഈസ്, ഡസ്. ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വേർഡ്സാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാവൂ. അപ്പോൾ നോക്കാം. കുറച്ച് സെൻറ്റൻസുകളിലൂടെയാണ് നമ്മൾ ഡൂവും ഈസും തമ്മിലുള്ള വ്യത്യാസം പഠിക്കുന്നത്. ഇത് എൻ്റെ ബൈക്കാണ്. ഇത് എൻ്റെ ബൈക്കാണ്. എൻ്റെ ബൈക്ക് എന്നതിന് നമുക്ക് മൈ ബൈക്ക് എന്ന് പറയാം. ഇത് എന്നതിന് ദിസ് എന്ന് പറയാം. ദിസ്. ഇനിയൊരു വേർഡും കൂടിയുണ്ടല്ലേ, ആണ്. ആണ് എന്ന അർത്ഥത്തിലാണ് ഈസ്, ആം, ആറ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ ദിസ് സിംഗുലർ ആണ്, ഒരു ബൈക്കാണ് ഉദ്ദേശിച്ച് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈസ്. ദിസ് ഈസ് മൈ ബൈക്ക്. ഇത് എൻ്റെ ബൈക്കാണ്. ഇവിടെ അടുത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്. ഇവിടെ അടുത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്. ഒരു ഹോസ്പിറ്റലുണ്ട് എന്നതിന് നമുക്ക് there is a hospital എന്ന് പറയാം. There is a hospital. ഇവിടെ there എന്ന വേർഡ് അവിടെ എന്ന അർത്ഥത്തിലല്ല, ഇതൊരു ഡമ്മി സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഡമ്മി സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ there is a hospital. ഇനി ഇവിടെ അടുത്ത് എന്നതിന് നമുക്ക് നിയർ ബൈ, ക്ലോസ് ബൈ എന്നീ വേർഡ്സ് ഉപയോഗിക്കാം. അപ്പോൾ there is a hospital നിയർ ബൈ, ഇവിടെ അടുത്ത്. ഒരാളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയാനും നമുക്ക് ഈസ് എം ആർ ഉപയോഗിക്കാം. ഞാൻ ഒരു ടീച്ചറാണ്. ഞാൻ എന്നതിന് ഐ. ഒരു ടീച്ചർ നമുക്കറിയാമല്ലേ, എ ടീച്ചർ. ഇവിടെയും ആണ് എന്നൊരു വേർഡ് ഉണ്ട്. ഇവിടെ നമ്മൾ ഈസ് അല്ലെങ്കിൽ ആർ അല്ല ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ആം ആണ് ഉപയോഗിക്കുന്നത്. ആണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ആം ഉപയോഗിക്കുന്നത്. പക്ഷെ സബ്ജക്റ്റ് ഐ ആകുമ്പോൾ ഈസ് അല്ലെങ്കിൽ ആർ അല്ല ഉപയോഗിക്കുക, പകരം നമ്മൾ ആം ആണ് ഉപയോഗിക്കുന്നത്. ഐ ആം എ ടീച്ചർ. ഐ ആം എ ടീച്ചർ. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ചേർത്ത് നമുക്ക് ഒറ്റ എക്സാമ്പിളിൽ പറയാം. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമാണ് അവൻ എവിടെ, അവൾ എവിടെ എന്നൊക്കെ. അതിന് നമ്മൾ പറയുന്ന ഉത്തരം ഷീ ഈസ് ഹിയർ. അവൾ ഇവിടെയുണ്ട് അല്ലെങ്കിൽ അവൾ ഇവിടെയാണ് എന്നർത്ഥത്തിലാണ്. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട്, സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഹി, ഷീ, ഇറ്റ്. നോക്കിയേ, ഏകവചനമാണല്ലേ. ഏകവചനമായതുകൊണ്ട് നമ്മൾ എന്തുപയോഗിക്കും? ഈസ് ഉപയോഗിക്കും. ഇനി ഇത് മാത്രമല്ല, ഏതെങ്കിലും ഒരു സിംഗുലർ നൗൺ ആണെന്ന് വിചാരിക്കുക സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത്. നൗൺ എന്ന് പറയുമ്പോൾ ഏതൊരു വസ്തുവിൻ്റെയും പേരിനെയാണ് നമ്മൾ നൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ സിംഗുലർ നൗൺ എന്ന് പറയുമ്പോൾ ഉദാഹരണം ഒരാളുടെ പേര് രാഹുൽ, ഇതൊരു സിംഗുലർ നൗണാണ്. ഇനി ടേബിൾ, ഇതൊരു ഒബ്ജക്റ്റ് ആണല്ലേ, ഒരു സാധനം, ഇതൊരു സിംഗുലർ നൗണാണ്. അപ്പോൾ ഇത്തരം സിംഗുലർ നൗൺ ആണെങ്കിൽ അവിടെ നമ്മൾ ആണെന്നർത്ഥത്തിൽ ഈസാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മളുടെ ഉത്തരം അവളിവിടെ ഇല്ല എന്നാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എങ്ങനെ എഴുതാം? ഷീ isn't. isn't എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് നോട്ട് ഹിയർ. ഇല്ല എന്ന അർത്ഥത്തിന് വേണ്ടി ഈസിൻ്റെ കൂടെ നമുക്ക് നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഷീ isn't ഹിയർ. ഇനി അവൾ ഇവിടെയുണ്ടോ ചോദ്യമായിട്ട് നമ്മൾ പറയാണ്. അവൾ ഇവിടെയുണ്ടോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഈസിന് ആദ്യം എഴുതിയാൽ മതി. ഈസ് ഷീ ഹിയർ. അവൾ ഇവിടെയുണ്ടോ? ഈസ് ഷീ ഹിയർ. ഇനി നേരത്തെ പറഞ്ഞതിൽ അവൾ ഇവിടെ ഉണ്ടെന്നായിരുന്നു. അതിന് പകരം അവൾക്ക് പകരം അവരാണെന്ന് വിചാരിക്കുക.
അപ്പോൾ നമ്മൾ ദേ എന്നാണ് പറയുക. ദേ ആർ ഹിയർ. ദേ ആർ ഹിയർ. ഇവിടെ ദേ എന്ന് പറഞ്ഞാൽ അവരാണ്. നോക്കി, അവരെന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പേരുണ്ട്, ബഹുവചനമാണ് അല്ലേ. ബഹുവചനമാണ് സബ്ജക്റ്റ് എങ്കിൽ ഐ, യു, വി, ദേ എന്നിവയാണ് ബഹുവചനമായി വരുന്ന സബ്ജക്റ്റുകൾ. ആണെങ്കിലും നമ്മൾ ആറാണ് ഉപയോഗിക്കുക. ഇതിൽ ഐക്ക് ചെറിയ വ്യത്യാസമുണ്ട്, അത് ഞാൻ പറയാം കേട്ടോ. ഇനി ഈ വാക്കുകൾക്ക് പകരം ഏതെങ്കിലും ഒരു പ്ലൂറൽ നൗൺ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാർ, മൈ ഫ്രണ്ട്സ്. ഇപ്പോൾ ഇതൊരു പ്ലൂറൽ നൗൺ ആണ്. ഇതിൻ്റെ സിംഗുലർ ഫോം എന്ന് പറയുന്നത് മൈ ഫ്രണ്ട് എന്നാണ്. ഇനി ടേബിൾസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുണ്ടല്ലേ, അപ്പോൾ ഇതും ഇവിടെ പ്ലൂറലാണ്. ഇത്തരത്തിലൊരു പ്ലൂറൽ നൗൺ ആണെങ്കിൽ അല്ലെങ്കിൽ യു, വി, ദേ എന്നിവയാണെങ്കിൽ നമ്മൾ ആറാണ് ഉപയോഗിക്കുന്നത്. ദേ ആർ ഹിയർ. ഇനി അവരിവിടെ ഇല്ല എന്നാണ് നമ്മളുടെ ആൻസർ എന്ന് വിചാരിക്കാം. അപ്പം നമ്മളെങ്ങനെ പറയും? ദേ ആറൻറ്റ് ഹിയർ. അവർ ഇവിടെ ഇല്ല. ആറിൻ്റെ കൂടെ നമ്മൾ നോട്ട് ചേർക്കുമ്പോൾ ആറൻറ്റ്. ഇനി അവരിവിടെയുണ്ടോ ക്വസ്റ്റ്യൻ ആണല്ലേ, അപ്പോൾ നമുക്ക് ആർ ആദ്യം എഴുതാം. ആർ ദേ ഹിയർ. ആർ ദേ ഹിയർ. അപ്പോൾ ദേ ആർ ഹിയർ, ദേ ആറൻറ്റ് ഹിയർ, ആർ ദേ ഹിയർ. ഇനി ഐ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. എന്നാലും ആണെന്ന അർത്ഥത്തിൽ നമ്മൾ ആറല്ല, പകരം ആം ആണ് ഉപയോഗിക്കുക. ആം ഹിയർ, ഞാൻ ഇവിടെയുണ്ട്. ഐ ആം ഹിയർ. ഇനി ഞാൻ ഇവിടെ ഇല്ല, ഐ ആം നോട്ട് ഹിയർ. ആമിൻറ്റ് എന്നാണ് പറയുക, ഐ ആം നോട്ട് ഹിയർ. ഇനി ഞാനിവിടെയുണ്ടോ, അങ്ങനെ ചോദിക്കേണ്ടി വരാറില്ല, എന്നാലും ചോദിക്കേണ്ടി വന്നാൽ ആം ഐ ഹിയർ, ഞാനിവിടെ ഉണ്ടോ. ഇപ്പം നമ്മൾ ESMR വ്യക്തമായി പഠിച്ചു. അടുത്തത് നമുക്ക് ഡസ് വെച്ച് നോക്കാം. അവൾ ഫ്രഞ്ച് സംസാരിക്കാറുണ്ട്. എങ്ങനെ എഴുതാം? ഷീ സ്പീക്സ്. എസ് ചേർക്കാൻ മറക്കരുത്. ഷീ സ്പീക്സ് ഫ്രഞ്ച്. അവൾ ഫ്രഞ്ച് സംസാരിക്കാറില്ല. ഷീ ഡസൻറ്റ്. സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ഷീ ഡസൻറ്റ് സ്പീക്ക് ഫ്രഞ്ച്. അവൾ ഫ്രഞ്ച് സംസാരിക്കാറുണ്ടോ? ഡസ് ഷീ സ്പീക്ക് ഫ്രഞ്ച്? ഡസ് ഷീ സ്പീക്ക് ഫ്രഞ്ച്? ഇനി അവൾ എന്നതിന് പകരം അവർ എന്നായിരുന്നെങ്കിൽ ദേ സ്പീക്ക് എന്നായി മാറും. അപ്പോൾ ദേ ഡോണ്ട് സ്പീക്ക് എന്നും ഡു ദേ സ്പീക്ക് എന്നായി മാറും. അവൾ എന്നും എക്സസൈസ് ചെയ്യാറുണ്ട്. അവൾ എന്നും എക്സസൈസ് ചെയ്യാറുണ്ട്. എങ്ങനെ പറയും? അവൾ ഷീ. എന്നും എന്നതിന് നമുക്ക് എവ്രി ഡേ എന്ന് പറയാം. എക്സസൈസ് തന്നെ. ചെയ്യാറുണ്ട്, അതിന് നമുക്ക് ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കാം. സബ്ജക്റ്റ് ഒരാളുള്ളത് കൊണ്ട് നമുക്കിവിടെ ഡസ് ഉപയോഗിക്കാം. ഷീ ഡസ് എക്സസൈസ് എവ്രി ഡേ. ഷീ ഡസ് എക്സസൈസ് എവ്രി ഡേ. ഇനി ചെയ്യാറില്ല എന്നാണെങ്കിൽ ഷീ ഡസൻറ്റ്. അവൾ എന്നും എക്സസൈസ് ചെയ്യാറില്ല. ഷീ ഡസൻറ്റ് എക്സസൈസ് എവ്രി ഡേ.
അവൾ എന്നും എക്സസൈസ് ചെയ്യാറുണ്ടോ? ഡസ് ഷീ എക്സസൈസ് എവ്രി ഡേ? ഡസ് ഷീ എക്സസൈസ് എവ്രി ഡേ? ഇപ്പം നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ചേർത്ത് ഒരു എക്സാമ്പിളിൽ പറയാം. അവൻ എന്നും നടക്കാറുണ്ട്. എങ്ങനെ എഴുതും? ഹീ വാക്സ്, നടക്കാറുണ്ട്. എവ്രി ഡേ, എന്നും. ഹീ വാക്സ് എവ്രി ഡേ. അവൻ എന്നും നടക്കാറില്ല. ഹീ ഡസൻറ്റ് വാക്ക് എവ്രി ഡേ. അവൻ എന്നും നടക്കാറുണ്ടോ? ഡസ് ഹീ വാക്ക് എവ്രി ഡേ? ഡസ് ഹീ വാക്ക് എവ്രി ഡേ? ഇവിടെ ഹീക്ക് പകരം അവരാണെന്ന് വിചാരിക്കുക, ദേ. അപ്പോൾ വാക്ക് എന്നായി മാറും. ദേ വാക്ക് എവ്രി ഡേ. നടക്കാറില്ല എങ്കിൽ ദേ ഡോണ്ട്. കണ്ടോ, സബ്ജക്റ്റ് പ്ലൂരൽ ആവുമ്പോൾ ഡു ആണ് ഉപയോഗിക്കുന്നത്. ദേ ഡോണ്ട് വാക്ക് എവ്രി ഡേ. എന്നും നടക്കാറുണ്ടോ? അവർ എന്നും നടക്കാറുണ്ടോ? ഡു ദേ വാക്ക് എവ്രി ഡേ? ഡു ദേ വാക്ക് എവ്രി ഡേ? അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഈസ്, എം ആർ, ഡു, ഡസ് തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. ടെൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ഞാൻ പറഞ്ഞെന്ന് മാത്രം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.